വേദിയിലിരിക്കുന്ന SNDP വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് വിജയൻ സാർ, മുൻപം ശാഖ പ്രസിഡന്റ് മുരുകൻ സാർ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ചെയർമാൻ സെബാസ്റ്റ്യൻ ചേട്ടൻ, സമര സമിതി കൺവീനർ ബെന്നിച്ചേട്ടൻ, പുരുഷോത്തമൻ ചേട്ടൻ, റോയി ചേട്ടൻ, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സമര സേനാധികളെ, നീണ്ട 127 ദിവസത്തിൻ്റെ പരിസമാപ്തിയിലാണ്, സമരത്തിൻ്റെ 127ാം ദിവസത്തിൻ്റെ അവസാന നിമിഷങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുക. ഇത്രയും ദിവസം ഒത്തിരി ആളുകൾ നമ്മുടെ ഈ സമരപന്തലിലേക്ക് കടന്നു വരികയുണ്ടായി. ഒത്തിരി ആളുകൾ കടന്നു വന്ന് നമുക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിച്ചു. അതിൽ മന്ത്രിമാരുണ്ടായിരുന്നു, കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു, MP-മാരുണ്ടായിരുന്നു, MLA-മാരുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും നേതൃത്വം വഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ മുതൽ ഏറ്റവും ചെറിയ ആളുകൾ വരെ എല്ലാവരും ഒരുപോലെ എല്ലാവരെയും സ്വീകരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. എല്ലാവരും ഇവിടെ വന്ന് പറഞ്ഞത് നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കേണ്ടത് ഇവിടെയല്ല, മറിച്ച് ലോകസഭയിൽ ഈ ബില്ല് നടപ്പിൽ വരുമ്പോൾ നമുക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടവർ പലരും മിണ്ടാതിരുന്നു, അല്ലെങ്കിൽ അവർ നമുക്കെതിരെ ശബ്ദം പുറത്തു കൊണ്ടുവന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെതിരെ ശക്തമായിട്ട് നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ വേദനകൾ ഇവിടെ ഈ ഭുവനേശ്വരി ക്ഷേത്രത്തിന് മുമ്പിൽ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പറയുകയുണ്ടായി, MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പറയുകയുണ്ടായി, പല്ലും നഖവും ഉപയോഗിച്ച് ഈ ബില്ലിനെ ഞങ്ങൾ പ്രതിരോധിക്കും. ആരെയാണ് ഇവർ സംരക്ഷിക്കുന്നത്? മുൻപത്തെ ഇത്രത്തോളം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന 610 കുടുംബങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണോ, അതോ ചില മുതലാളിമാരെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണോ? ആരെയാണ് ഇവർ സംരക്ഷിക്കുന്നത്? അതോടൊപ്പം തന്നെ LK സക്കീർ വഖഫ് ബോർഡിൻ്റെ ചെയർമാനാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു മതവും നോക്കാതെ ഇവിടെയുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് കുടിയൊഴിപ്പിക്കുമെന്ന്. ശരിക്കും ന്യായത്തിൻ്റെ കൂടെ നിൽക്കേണ്ടവർ എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ നേതാക്കന്മാർ നമ്മോട് കൂടെ ഇവിടെ നിരാഹാര പന്തലിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇവർ ലോകസഭയിൽ എന്താണ് ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, അതിനെ ചോദ്യം ചെയ്യുന്നതിനാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുക. ഈ സായം സന്ധ്യയിൽ ഇവിടെ ആയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നിരാഹാര പന്തലിൽ ഒരു ദിവസമെങ്കിലും വന്നവരാണ്. 127 ദിവസങ്ങളിൽ 90 ദിവസം വരെ നിരാഹാരം വരുന്ന അമ്മമാരിവിടെ ഉണ്ട്. അങ്ങനെ പല ദിവസങ്ങളായിട്ട് നമ്മൾ ഈ നിരാഹാര പന്തലിലേക്ക് കടന്നു വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിക്കേണ്ടത് ഇത് ലോകസഭയിലെ MP-മാരാണ്. അവരോടെയാണ് സംസാരിക്കുന്നത്. എങ്ങനെയാണ് അവർ സംസാരിക്കുന്നത്? ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഇന്ന് ഈ യോഗത്തിൽ ശ്രീമാൻ വിജയൻ സാർ സംസാരിക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അദ്ദേഹം പറഞ്ഞത്. ന്യായത്തിന് കൂടെ നിൽക്കേണ്ട ജനസമൂഹം, അതായത് ന്യായത്തിന് കൂടെ നിൽക്കേണ്ട ജനപ്രതിനിധികൾ ന്യായത്തിന് കൂടെ നിൽക്കേണ്ടവരല്ലേ? ഇതൊരു ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ ആയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് തന്നെയാണ്. നമുക്ക് കൂടെ നിൽക്കേണ്ടവരാണ് ജനപ്രതിനിധികൾ. ഇവർ നമുക്ക് കൂടെ ഇല്ല എങ്കിൽ പിന്നെ ആരാണ് നമ്മോടൊപ്പം ആയിരിക്കുക? ഇന്ന് ഈ നിരാഹാര ദിവസത്തിൻ്റെ അവസാന സമയങ്ങളിൽ നമ്മോടൊപ്പം ആയിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഒത്തിരി പേര് ഇതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പൈസ പോലും ലഭിക്കാത്തവരാണ്. പക്ഷേ സ്വന്തം ഭൂമി സംരക്ഷിക്കുവാൻ വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന ഒത്തിരി പേര് നമുക്ക് ഇവിടെയുണ്ട്. അവരെല്ലാവരെയും നന്ദിയോടുകൂടെ ഓർക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സംരക്ഷിക്കട്ടെ, സഹായിക്കട്ടെ. ഏറ്റവും പെട്ടെന്ന് ഈ ഒരു നിയമം പാസ്സാവട്ടെ. അതോടൊപ്പം തന്നെ ഇതൊരു ബില്ലായിട്ട് കടന്നു വരട്ടെ. ഇവിടുത്തെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.